അനുക്കുട്ടി അമ്മ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു. മതി, അവളുടെ കാര്യം സംസാരിക്കണ്ട. അഹങ്കാരം കാണിച്ചു പോയതല്ലേ. എത്ര പേരുടെ സ്വപ്നം അവള് തകർത്തത്. ആ ജീവൻ എത്ര നല്ല ചെറുപ്പക്കാരനായിരുന്നു. അവൾക്കും ഇഷ്ടപ്പെട്ട ആള്. ഇന്ന് സന്തോഷമായി കുടുംബജീവിതം നയിക്കേണ്ടിയിരുന്നവളാ. എന്ത് ധൈര്യം വേണം. പരസ്യമായി താലി കെട്ടിവന്ന് ആ അലോകനൊപ്പം ഇറങ്ങിപ്പോയിരിക്കുന്നു. അന്ന് നിങ്ങൾ അവളെ ശ്രദ്ധിച്ചിരുന്നോ? ഒരു യുദ്ധം ജയിച്ചതുപോലെ അവള് നിന്നത്. അഹങ്കാരി. താലിയെടുത്ത് എല്ലാവരെയും കാണിച്ച് പ്രഖ്യാപിച്ചേക്കുന്നു അലോകമായി പ്രേമത്തിലായിരുന്നു, കല്യാണം കഴിഞ്ഞു. പാവം എന്റെ ബാലേട്ടൻ. ബാലേട്ടൻ കെട്ടിപ്പൊക്കിയതെല്ലാം ചീട്ട് കൊട്ടാനെ പോലെ വീണു പോയില്ലേ. ബാലേട്ടൻ ചിരിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നെങ്കിലുവേ ഒരു തളർച്ച എപ്പോഴും ഉണ്ട്. പാവം ദേവി, അവള് കടയിൽ കൂടെ ഉള്ളത് കൊണ്ട് വീണു പോകുന്നില്ല. അല്ലമ്മേ, അനുശ്രീ നമ്മളെ കൂടുതൽ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയിട്ടാണ് അലോകിന്റെ കൂടെ പോയതെങ്കിലോ? ദേ, അവളോടുള്ള എന്റെ വിരോധം മാറാൻ നീ ഓരോ ഊഹങ്ങളും ഉദ്ദേശങ്ങളും ഒന്നും പറയണ്ട. അല്ല, ഞാൻ അവൾ അവളുടെ സന്തോഷം മാത്രമേ ചിന്തിച്ചുള്ളൂ. അവിടെ ആവുമ്പോ അവൾക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടല്ലോ. നമ്മളെക്കാൾ പണമുണ്ട്, ആർഭാടമുണ്ട്, പ്രതാപമുണ്ട്. പക്ഷേ ഇവിടുത്തെ സമാധാനവും ഐശ്വര്യവും സ്നേഹവും ഒന്നും അവൾക്ക് അവിടെ കിട്ടില്ല. ഉറപ്പാ. അതവള് മനസ്സിലാക്കും. ചേച്ചി, അന്ന് അനുശ്രീ നമ്മളോട് പറഞ്ഞ കാര്യം നമുക്ക് അപ്പച്ചിയോട് പറഞ്ഞാലോ? പറഞ്ഞു. പക്ഷേ അനുശ്രീയുടെയും ധർമ്മമ്മന്റെയും പുറകെ നീയും കൃഷ്ണമംഗലത്തേക്ക് പോകാൻ തയ്യാറായിക്കോളാൻ പറയും. എന്താ പെറുപിറുക്കുന്നേ? രണ്ടും കൂടെ എന്നെ കുറ്റപ്പെടുത്തായിരിക്കും അല്ലേ? അല്ല, അനുശ്രീ എന്തുദ്ദേശിച്ച അങ്ങോട്ട് പോയതെന്ന് എന്നെങ്കിലും തിരിച്ചറിയാൻ പറ്റണേന്ന് പറയായിരുന്നു. ഞാൻ എഴുതി വെക്കുന്നുണ്ട്. ഞാൻ മരിച്ചു കഴിഞ്ഞ എന്റെ ബോഡി കാണാൻ പോലെ അവളെ സമ്മതിക്കരുതെന്ന്. നിങ്ങളോടും കൂടിയാ പറയുന്നത്. അവളെ ഇങ്ങോട്ട് കയറ്റരുത്. മിത്രേ, വാ എണീറ്റ്. നമ്മളെ ഇവിടെ ഇരുന്നാ ശരിയാവില്ല. അമ്മ പറഞ്ഞു പറഞ്ഞ് കാട് കയറുക. അതുമല്ല, ദേവി എടുത്തി അച്ഛനും ആകാശമൊക്കെ കടയിൽ വരാൻ സമയേ. ദേ, ഞാൻ പറഞ്ഞതിന് ഉത്തരം തന്നിട്ട് നിങ്ങൾ പോയാ മതി. എന്റെ ശവശരീരം കാണാൻ അവള് വന്നാ നിങ്ങൾ കയറ്റുവോ? അമ്മേ, അമ്മ പറഞ്ഞ സംഭവം നടക്കാൻ മിനിമം ഒരു 100 വർഷമെങ്കിലും എടുക്കും. അമ്മ ചിരഞ്ജീവിയാ. മരിച്ചാലല്ലേ അന്വേഷിച്ച് വരേണ്ട കാര്യമുള്ളൂ. പിന്നെ ഒരു കാര്യം, അനുശ്രീ ആരാ എന്താന്നൊക്കെ എന്നെങ്കിലും അറിയും. അന്ന് അമ്മ വിഷമിക്കും.